ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കൊമ്പനായ ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയെ കേരള വനംവകുപ്പിന് കൈമാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുവെന്ന് ഒരു പ്രാദേശിക പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ശബരിമല സീസൺ കഴിഞ്ഞാൽ ഇതിനുള്ള നടപടികൾ തുടങ്ങുമെന്നും പറയുന്നു. എന്നാൽ ഈ വാർത്ത ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആനയെ പരിചരിക്കാനായി അവസാനമായി വന്ന ഒന്നാം പാപ്പാൻ അഭിലാഷിനെയും രണ്ടാം പാപ്പാൻ ജിതിനെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയായ സ്കന്ദന്റെ കാര്യം കൂടുതൽ കഷ്ടമായത്. ഒന്നാം പാപ്പാനായ അഭിലാഷിന്റെ കുഞ്ഞിന് ആനയുടെ പേടി മാറ്റാനായി ആനയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും കുഞ്ഞ് ആനയുടെ മുൻപിലേക്ക് വീഴുകയും ചെയ്തതോടെയാണ് ഒന്നാം പാപ്പാൻ അഭിലാഷിനെതിരെ കേസെടുത്തത്. കഴിഞ്ഞ ജൂലൈയിലാണ് മതപ്പാടിൽ നിന്നും അഴിച്ച ഹരിപ്പാട് സ്കന്ദൻ എന്ന ആന രണ്ടാം പാപ്പാൻ മണികണ്ഠനെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആനയെ തളയ്ക്കുവാനായി വന്ന മറ്റൊരു പാപ്പാനെയും സ്കന്ദൻ കൊലപ്പെടുത്തുകയും ചെയ്തതോടെ ഹരിപ്പാട് സ്കന്ദൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആനത്തറയിൽ ഒരേ നിൽപ്പായി. മുൻപും 2 പാപ്പന്മാരെ കൊല ചെയ്ത ചരിത്രമുള്ളതിനാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാപ്പന്മാർ സ്കന്ദനെ അഴിക്കുവാൻ തയ്യാറായില്ല. ഒടുവിൽ ആനയെ അഴിക്കുവാൻ പുറമേ നിന്നെത്തിയ പാപ്പാന്മാരായ അഭിലാഷും ജിതിൻ രാജുമാണ് ഇപ്പോൾ പോലീസ് കേസിൽ കുടുങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ പിരിവെടുത്ത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വാങ്ങി നടക്കിരുത്തിയ ആനയാണ് ഹരിപ്പാട് സ്കന്ദൻ എന്ന കൊമ്പൻ.